അസാധാരണമായ ദൈവിക അനുഭൂതിയിലൂടെ ആത്മീയത പ്രാപിക്കുകയും ചെയ്ത പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ കൊണ്ടാടുന്ന ഏറ്റവും പുണ്യമായ ഒരു ദിവസമാണ് ഇന്ന്. വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ എന്നാൽ മാർത്തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പ് ഭാരത മണ്ണിൽ നിന്ന് വിദേശത്തേക്ക് പോയതാണോ? കുന്തം ഏറ്റ് നമുക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ധീരമരണം വരിച്ചതാണോ എന്ന സന്ദേഹം നമ്മുടെ ഹൃദയത്തിൽ ചിലപ്പോൾ തോന്നാമെങ്കിലും ആ പുണ്യപിതാവിനെ അനുസ്മരിക്കുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമാണെന്നുള്ള ഉദാത്തമായ ഒരു ചിന്തയോടുകൂടി നമുക്ക് ഈ ദിവസത്തെ വലിയ അനുഷ്ഠാനത്തെയും അനുസ്മരണത്തെയും ഉൾക്കൊള്ളാം. കർത്താവ് പുനരുദ്ധാനം ചെയ്തതായ ആ ദിവസം സന്ധ്യയ്ക്ക് ശിഷ്യന്മാർ പരിഭ്രാന്തരായി കൂടിയിരിക്കുമ്പോൾ യേശു തമ്പുരാൻ അവരുടെ നടുവിൽ വന്ന് സമാധാനം ആശംസിച്ചു. പരിചകിതരായിരുന്ന ശിഷ്യന്മാർക്ക് ഈ ആശംസ ലഭിച്ചപ്പോൾ തങ്ങളുടെ ഗുരുനാഥനെ വീണ്ടും അടുത്ത് കാണുവാനിടയായപ്പോൾ മഹാ ആശ്ചര്യവും കൗതുകവും സംശയവും എന്നാൽ വിശ്വാസവും വർദ്ധിച്ചു എന്ന് നമുക്കറിയാം. കർത്താവ് അവരെ പ്രത്യേകമായി അനുഗ്രഹിച്ചു. ആത്മീയമായ നൽവരങ്ങൾ അവർക്ക് നൽകി. എന്നാൽ ആ ദിവ്യമായ കൂടിച്ചേരലിൽ മാർത്തോമാ ശ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. മാർത്തോമാ ശ്ലീഹായോട് തൻ്റെ ശിഷ്യന്മാർ തങ്ങളുടെ ഗുരുനാഥനെ കണ്ട വിവരം അറിയിച്ചു. ഇനി പറയുന്ന കാര്യങ്ങൾ അല്പം സൂക്ഷ്മമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സാധാരണ ഗതിയിൽ ഒരാളെ ഉയർത്തി കാണിക്കുവാൻ മറ്റൊരാളെ ഇകഴ്ത്തി കാണിക്കുന്നതിൻ്റെ ഒരു സ്വഭാവം മനുഷ്യ സഹജമായി എവിടെയും ഉണ്ട്. എല്ലാവരെയും തുല്യരായി സ്നേഹിപ്പാനും എല്ലാവരെയും തുല്യരായി കരുതുവാനും കഴിയുന്ന ആളുകൾ സമൂഹത്തിൽ വളരെ 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 കുറവാണ്. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം അറിയാതെ വീഴുന്ന ആ റട്ട്, ഒരാളെ പുകഴ്ത്തുക, ഒരാളെ ഇകഴ്ത്തുക, ഈ ഒരു ബലഹീനതയിൽ നിന്ന് മുക്തി പ്രാപിച്ചിട്ടുള്ള ആളുകൾ മനുഷ്യ സമുദായത്തിൽ വളരെ വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മക്കളുണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ മരുമക്കളുണ്ടെങ്കിൽ, പിന്നെ ഒന്നിൽ കൂടുതൽ സ്ഥാനത്തൊക്കെയുള്ള ആളുകൾ ഇരുന്ന് പ്രവർത്തിക്കുന്ന സ്ഥലത്തെല്ലാം ഇത് സംഭവിക്കും. പ്രിയമുള്ളവരെ, ഇത് സാധാരണമായൊരു സ്വഭാവമാണ്. അതുകൊണ്ട് ഒരു ശ്ലീഹായുടെ മഹത്വം എടുത്തു കാണിക്കുവാൻ മറ്റൊരു ശ്ലീഹായുടെ മഹത്വം ഇകഴ്ത്തി കാണിക്കേണ്ട ആവശ്യമില്ല. ശിഷ്യന്മാർ തങ്ങളുടെ സഹപ്രവർത്തകനായ മാർത്തോമായോട് ഈ കാര്യമെല്ലാം വിവരിച്ച് പറഞ്ഞു. മാർത്തോമാ ശ്ലീഹ ഒരു നിർബന്ധം വെച്ചു, ഒരു നിബന്ധന തന്നെ വെച്ചു. ആ നിബന്ധനയുടെ ഏറ്റവും വലിയ ഒരു ഡിക്ലറേഷൻ ഓർ കൺഫെഷൻ എന്താണെന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് മറ്റു കാര്യത്തിലേക്ക് വരാം. അത് അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കർത്താവ് കാര്യങ്ങൾ നീക്കിയതിന് ശേഷം മാർത്തോമാ ശ്ലീഹായോട് എന്നെ ഒന്ന് സ്പർശിക്കുവാൻ തക്കവണ്ണം പറഞ്ഞു. നിങ്ങളെ തെറ്റിദ്ധരിക്കാനുള്ള കാര്യമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. തൊടുവാൻ മാർത്തോമാ ശ്ലീഹായോട് പറഞ്ഞെങ്കിലും മാർത്തോമാ ശ്ലീഹ യേശുവിനെ തൊട്ടിരുന്നെങ്കിൽ സംശയാലുവായിരിക്കും. എന്താ ഈ തിരുമേനി ഇങ്ങനെ പറഞ്ഞു? ഭയങ്കര വിഷയമാണ്. ഞാനങ്ങോട്ട് വരണോ ചോദിച്ചാൽ ആ പോരെ എന്നാണ് പറയുന്നത്.
മാർത്തോമാ ശ്ലീഹ നിരൂപിച്ചതനുസരിച്ചുള്ള കാര്യങ്ങൾ വരെ ചെയ്തിട്ട് നീ എന്നെ സ്പർശിക്കുവാൻ യേശു തമ്പുരാൻ പറഞ്ഞു. യേശു തമ്പുരാൻ അവസാനം പറയുന്നത്, നീ ഇപ്പോൾ എന്നെ കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചത്. സ്പർശിക്കുമായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പറയേണ്ടത്? അയ്യോ, അതിനുവേണ്ടിയില്ല എത്ര പേരെ നീങ്ങിയത്. സ്പർശിക്കുമായിരുന്നു എങ്ങനെയായിരിക്കും പറയേണ്ടത്? നീ ഇപ്പോൾ എന്നെ തൊട്ടതുകൊണ്ട് വിശ്വസിച്ചു. അങ്ങനല്ല പറയുന്നത്. എന്താ പറയുന്നത്? നീ ഇപ്പോൾ എന്നെ കണ്ടതുകൊണ്ടാവുന്നു വിശ്വസിച്ചത്. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്നൊരു വാക്കായി ഇവിടെ മലയാളത്തിലേക്ക് കൊടുത്തിരിക്കുന്നത് മക്കാറിയോസ്. അതിന്റെ പ്ലൂറൽ മക്കാറിയോ ഗ്രീക്ക് ഭാഷയിൽ. അതിന്റെ അർത്ഥം ദി ബ്ലസ്സഡ്. അതിന്റെ മലയാള അർത്ഥം അനുഗ്രഹിക്കപ്പെട്ടവർ, അനുഗ്രഹീതർ. എന്നാലും മാർത്തോമാ ശ്ലീഹ യേശുവിനെ സ്പർശിച്ചുവെന്നാണ് അതിന്റെ അർത്ഥം. ഇത് വേദപുസ്തകത്തിന്റെ ഭാഷയാണ്. ഓരോ തരത്തിലുള്ള കാര്യങ്ങൾക്കും വിവിധമായ ഭാഷാ ലോകങ്ങളുണ്ട്. സാധാരണ സംസാരിക്കുന്ന ഭാഷ, അതിൽ നിന്ന് വേറൊരു പുസ്തക രചനയുടെ ഭാഷ, പ്രഭാഷണത്തിന്റെ ഭാഷ, കാവ്യ ഭാഷ, ആലങ്കാരികമായ ഭാഷ, ഇങ്ങനെയാണ്. യേശുവിനെ സ്പർശിച്ചു എന്ന് പറഞ്ഞാൽ ഫിസിക്കലി തൊട്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ആ ആഹ്വാനം ലഭിച്ചാൽ അത് തൊട്ടു എന്നാണ്. അതുകൊണ്ടാണല്ലോ യേശു പുനരുദ്ധാനം ചെയ്തതിനു ശേഷം ഭക്ഷിച്ചു എന്ന് പറയുന്നത് ഒഴിച്ച് മറ്റൊരു സ്ഥലത്ത് യേശു ഭക്ഷിച്ചു എന്ന് പറയുന്നില്ല. യേശു തീന്മേശയിലായിരുന്നു. അവൻ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ എന്നേ പരാമർശിക്കുന്നുള്ളൂ. യേശു ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ കാലത്തെ അവരുടെ ഭാഷയിൽ, വേദപുസ്തക ഭാഷയിൽ യേശു ഭക്ഷിക്കുമ്പോൾ എന്നാണ്. ഭക്ഷിക്കാനിരിക്കുന്ന ആള് പ്രധാനമായും ചെയ്യുന്ന കർമ്മം ഭക്ഷണം കഴിക്കുക അല്ലാതെ വേറെ കാര്യമായ ഒരു കർമ്മം അവിടെ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അവൻ ഭക്ഷണത്തിന് ഇരുന്നു. when he reclined at the table എന്ന് പറഞ്ഞാൽ he was eating, enjoying the food എന്നുള്ള അർത്ഥമാണ്. അത്തരത്തിൽ മാർത്തോമാ ശ്ലീഹ സ്പർശിക്കുകയും ചെയ്തു. ഈ ആഹ്വാനം ലഭിച്ചപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മാർത്തോമാ ശ്ലീഹ പറയുന്ന പ്രതികരണം എന്താ? എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന ഒരു വലിയ ഡിക്ലറേഷനാണ്. ഗഹനമായ ഒരു പഠനത്തിനും പ്രസംഗത്തിനും ഞാൻ മുതിരുന്നില്ല. എങ്കിലും ഈ വിവരണങ്ങൾ എഴുതിയിരിക്കുന്ന പുതിയ നിയമം രചിച്ചിരിക്കുന്നതായ ഗ്രീക്ക് ഭാഷയിൽ മാർത്തോമാ ശ്ലീഹ പറഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഹോ തെയോസ് മോ കായ് ഹോ കുറിയോസ് മോ. ഗ്രീക്ക് ഭാഷയിൽ ഇത് ഇംഗ്ലീഷ് ഭാഷയിലേക്കോ മലയാള ഭാഷയിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പൂർണ്ണമായും സാധിക്കുകയില്ല. ടീച്ചേഴ്സായിട്ടുള്ളവർ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയോ അതുപോലുള്ളതൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. ഇവിടെ ഉപയോഗിക്കുന്നത് എൻ്റെ കർത്താവാകുന്നു, എൻ്റെ ദൈവം ആകുന്നു യേശുവിനെ. അത് അഭിസംബോധന അടുത്തുള്ളതായതുകൊണ്ട് അഭിസംബോധന രൂപത്തിൽ മലയാളത്തിലേക്ക് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഗ്രീക്ക് ഭാഷയിൽ നിന്ന് യഥാർത്ഥത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമേ എന്നാണ് ആകേണ്ടത്. അല്ല എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമല്ല. പ്രിയമുള്ളവരെ, അതായത് യേശുതമ്പുരാനെ സ്പർശിച്ചിട്ട്, യേശുതമ്പുരാനിൽ നിന്ന് ഈ ദിവ്യമായ അനുഭൂതി ലഭിച്ചിട്ട് മാർത്തോമാ ശ്ലീഹ നടത്തുന്നതായ ഈ ഡിക്ലറേഷൻ, ഈ കൺഫെഷൻ ഓഫ് ഫെയ്ത്ത്, വേദശാസ്ത്രപരമായി ക്രിസ്തീയ സഭയെ, അൺഡിവൈഡഡ് ആയ മൊത്ത ക്രിസ്തീയ സഭയുടെ വിശ്വാസ സംഹിതയുടെ അടിസ്ഥാനമാണെന്ന് നാം അറിഞ്ഞിരിക്കണം. യേശുതമ്പുരാൻ ആര്? യേശുതമ്പുരാൻ ആര് എന്ന ചോദ്യം അന്നത്തേതുപോലെ തന്നെ ഇന്നും ശക്തമായി വരേണ്ടതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി യേശുതമ്പുരാൻ ആര് എന്നുള്ള ചിന്തയേക്കാൾ ഞാനുമായി ബന്ധപ്പെട്ട ജീവിതാനുഭവങ്ങളും എന്ത് എന്നുള്ള കാര്യത്തിലാണ് നമ്മളെല്ലാം ഇന്ന് കൂടുതൽ ജാഗ്രത പാലിക്കുന്നവർ. എന്നാൽ ആദിമസഭയിൽ അങ്ങനല്ല, ഈ അനുഭവത്തിൽ അങ്ങനല്ല. യേശുതമ്പുരാൻ അവനോടൊരു ആഹ്വാനം ചെയ്യുമ്പോൾ അവൻ തിരിച്ചറിയുവാണ്, ഈ ഉദ്ധാനം ചെയ്ത് തന്റെ അടുക്കൽ വന്നിരിക്കുന്ന ആള് അവനെ ഒന്നും സ്പർശിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും എന്താണ്, എൻ്റെ കർത്താവാകുന്നു, എൻ്റെ ദൈവമാകുന്നു. അത് ആ ദൈവം എന്നുള്ള ഉപയോഗിക്കുന്നതിന് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ മാസ്കുലിൻ സിംഗുലർ നോമിനേറ്റീവ് ആണ് ഹോ എന്ന പ്രയോഗം.
അതിന് തുല്യമായി മലയാളമുണ്ടോ? ഇല്ല. ആകുന്നു എന്ന് ചേർക്കണം എന്ന് പറയുമ്പോൾ അല്ല എന്നതിൽ നിന്ന് വിഭിന്നമായി ആകുന്നു എന്ന എംഫാറ്റിക്കായിട്ട് പറയുക. പക്ഷെ ആ മൂലഭാഷയിൽ പറയുമ്പോൾ യാതൊരു സംശയവുമില്ല. നേരത്തെ ഈ വന്നു എന്ന് പറഞ്ഞ ആള് ആരാന്ന് എനിക്കറിയില്ല, നിങ്ങൾ തൊട്ടു എന്ന് പറയുന്നു എനിക്കറിയില്ല എന്ന് പറഞ്ഞ ആ എല്ലാ അൺസർട്ടാനിറ്റിയിൽ നിന്നും ഇപ്പോൾ എന്നോട് ആഹ്വാനം ചെയ്തിരിക്കുന്ന ഇവൻ എന്റെ ദൈവമാകുന്നു. എന്റെ ലോർഡ് ആകുന്നു, എന്റെ കർത്താവും ആകുന്നു. ചെറുതായ ചെറ അളവുകളിൽ കൂടെ നമ്മൾ അതിനെ പിന്തുടർന്ന് ഈ പ്രയാണത്തിൽ മുന്നോട്ട് പോകുന്നതല്ലാതെ can we emphatically say that the resurrected Jesus is my God and my Lord? ഉദ്ധാനം ചെയ്ത യേശു തമ്പുരാൻ എൻ്റെ ദൈവം, എൻ്റെ കർത്താവാകും. ദൈവം എന്ന് പറയുമ്പോൾ അത് ഒരു തലമാണ്. എന്താണ്? സർവ്വതിനെയും സൃഷ്ടിച്ച് കാത്തുപരിപാലിക്കുന്ന ദൈവമായ യേശുവിനെ ഇങ്ങനെ സ്പർശിച്ച് ഡിക്ലെയർ ചെയ്യുന്നത് ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ, ആദിമ സഭയുടെ ചരിത്രത്തിൽ, അപ്പോസ്തലന്മാർക്ക് ലഭിച്ചതായ ദിവ്യമായ അനുഭവത്തിൽ ഏകമായ യുണീക്കായിട്ടുള്ള അതുല്യമായ ഒറ്റ അനുഭവമാണ് പ്രിയമുള്ളവരെ. മഗ്ദലക്കാരി മറിയാം അന്വേഷിച്ച ആളിനെ കണ്ടെത്തുമ്പോൾ എൻ്റെ ഗുരു എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ തലമുണ്ട്. ഇതങ്ങനല്ല. ഗുരുവിൻ്റെ തലത്തിൽ നിന്ന്, ഭൗമിക തലത്തിൽ നിന്ന് സെലസ്റ്റിയൽ തലത്തിലേക്ക് ഉയർന്നിട്ട് എൻ്റെ ദൈവം. There are lot of God concepts. There are lot of gods. അതിൽ നിന്ന് എംഫാറ്റിക്കായ എൻ്റെ ദൈവം ഇവൻ. ധാരാളം ആളുകൾ എൻ്റെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്നുണ്ട്. ലോർഡ്ഷിപ്സ്. നമ്മളൊരു ഉന്നത ഉദ്യോഗത്തിലാണെങ്കിൽ അതിന് മുകളിൽ ഒരു ബോസ് ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ ദാസനെ പോലെ അവരുടെ ആജ്ഞകൾ അനുവർത്തിക്കുവാൻ ബാധ്യസ്ഥരാണ്. അനേക ശക്തികൾ, അനേക ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മൾ ഡൊമൈൻ അവരെടുക്കുകയും നമ്മൾ അതിന് വശംവദരാകുകയും ചെയ്യേണ്ടത് ചെയ്യും. ഇങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതം സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിലൊക്കെ ഉപരിയായി അതൊന്നുമല്ല, അങ്ങനെയുള്ള ശക്തികളോ അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളോ അങ്ങനെയുള്ള വ്യക്തികളോ അല്ല എൻ്റെ ജീവിതത്തിന്റെ ലോർഡ് ഈ നിൽക്കുന്നതായി ഉദ്ധിതനായ യേശു. പച്ചമറുകളേറ്റ് ഇന്ന് തിരുസാന്നിധ്യം കൊണ്ട് അവരെ ദർശന സൗഭാഗ്യത്താൽ അനുഗ്രഹിക്കുന്നതായ യേശു തമ്പുരാനാകുന്നു എൻ്റെ കർത്താവെന്ന് അരുളിച്ചെയ്യുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ദിവസം ഈ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ മനസ്സിൽ വരേണ്ട ഒരു കാര്യമാണ് യേശു തമ്പുരാൻ ആരാകുന്നുവെന്ന ചോദ്യം ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ ഉന്നയിക്കപ്പെട്ടുണ്ടായിട്ടുള്ള വാദഗതികൾ, സഭയിലുണ്ടായിട്ടുള്ള തർക്കങ്ങൾ, വിതർക്കങ്ങൾ, സഭയിലുണ്ടായിട്ടുള്ള ഭിന്നത, സഭയുടെ വിഭജനം. മലങ്കര സഭയുടെ ഭൗതിക തലം, പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട വൈദികരുടെ ഗണത്തിൽ വെച്ച് നോക്കിയാൽ ഈ ഓമല്ലൂർ പ്രദേശത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ആരാധ്യനായ BC സാമുവലച്ചൻ്റെ ബുദ്ധിയും അദ്ദേഹത്തിൻ്റെതായ ഗവേഷണ പഠനവും അതിൽ നിന്ന് ലഭിച്ച വെളിച്ചവും എന്നും വേറിട്ട് നിൽക്കും. ഇരുസ്വഭാവം ഏകസ്വഭാവമെന്ന ആരെ സംബന്ധിച്ച? യേശുവിനെ സംബന്ധിച്ച. യേശുവിന്റെ സ്വഭാവം ദൈവികൻ, അവൻ ദൈവം ആകുന്നു, മനുഷ്യാവതാരം ചെയ്ത ദൈവം. അപ്പൊ ദൈവത്വമുള്ള ദൈവികമനായ ദൈവം മാത്രമാകുന്നു. അല്ല, ദൈവം അതിൽ നിന്ന് മനുഷ്യനായി തീർന്നപ്പോൾ മനുഷ്യാവതാരം ചെയ്യുകയാൽ അവൻ മനുഷ്യനായി തീർന്ന ദൈവം അല്ല. ദൈവം മനുഷ്യനായി തീർന്നപ്പോൾ ദൈവീകതയും മനുഷ്യത്വവും കൂടെ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചതായ ആ അവസ്ഥ. ഇങ്ങനെ വിഭിന്നമായ കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് ദൈവസൃഷ്ടികളായ പരിമിതരായ മനുഷ്യർ അപരിമിതരായ ദൈവത്തിന്റെ സ്വഭാവത്തെയും ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവം എന്തെന്നുള്ളത് ഗൗരവമായി ചിന്തിച്ചപ്പോൾ സഭയിൽ ഭിന്നതയുണ്ടായി. കൽക്കിദോൻ സിനോദോസിൽ വെച്ച് സഭ
നല്ല രീതിയിൽ പിളർന്നു. ഏക സ്വഭാവത്തെക്കുറിച്ച് പറയുന്നവരും ഇരു സ്വഭാവത്തെക്കുറിച്ച് പറയുന്നവരും. ക്രിസ്തുവിലുള്ള സഭ ഏക സ്വഭാവമാവുന്നുവെന്ന് അതിനു മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ AD 325 വ്യക്തമാക്കിയിട്ടാണെങ്കിലും വീണ്ടും ചർച്ച ചെയ്തിട്ട് ഭിന്നതയുണ്ടായി. അങ്ങനെ ദൈവം മനുഷ്യനായി തീർന്ന ദൈവമാകുന്ന യേശു ക്രിസ്തു എന്നുള്ള രീതിയിൽ പാശ്ചാത്യ സഭ പഠിപ്പിച്ച് അതിനുള്ളതായ കാര്യങ്ങൾ സഭയിൽ ഏകപക്ഷീയമായ രീതിയിൽ നടപ്പാക്കി വരുമ്പോൾ പൗരസ്ത്യ ദേശത്തുള്ളവർ അതിൽ നിന്ന് വിഭിന്നമായ രീതിയിലുള്ള ജഡാവതാരം ചെയ്ത മനുഷ്യാവതാരം ചെയ്ത യേശുവിൽ ദൈവത്വവും മനുഷ്യത്വവും സങ്കലനം കൂടാതെയോ ഒന്നിനെ കീഴടക്കാതെയോ ഒന്നിന് വശംവദപ്പെടാതെയോ ചെയ്യത്തക്ക രീതിയിൽ അവർണ്ണനീയമായ രീതിയിൽ അവാച്യമായ രീതിയിൽ ദൈവത്വവും മനുഷ്യത്വവും സമ്മേളിച്ച ഏക സ്വഭാവം എന്ന തലയിലുള്ള ഒരു വിശ്വാസം നമ്മുടെ പൗരസ്ത്യ സഭകൾ സ്വീകരിച്ചു. അന്ന് ഡിവൈഡ് ചെയ്ത സഭയുടെ ചരിത്രം, അന്ന് സംഭവിച്ചത് എന്ന ആ വിശ്വാസ പ്രമാണത്തിൻ്റെ ആധികാരിക രേഖകൾ എത്ര നൂറ്റാണ്ടുകൾ പിന്നിട്ടതിന് ശേഷം 15 നൂറ്റാണ്ടുകൾ 1500 വർഷം ചരിത്രത്തിൽ ഉറങ്ങി ഉണർന്നും നടന്നുപോയ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൻ്റെ ആ നിർണായകമായ രേഖകൾ അത് മുഴുവൻ അതിൻ്റെതായ സ്വതന്ത്രമായ സ്വയമേവയായ ഭാഷകൾ പഠിച്ച് പാണ്ഡിത്യം നേടി അതിനെ ഗഹനമായ ഗവേഷണം നടത്തി ആത്യന്തികമായി ഇത് രണ്ടും സഭയെ വിഭജിക്കേണ്ടതല്ല. അതിനുള്ള രാഷ്ട്രീയ കാരണങ്ങൾ, അതിനുള്ള ഭാഷാപരമായിട്ടുള്ള കാരണങ്ങൾ, അതിന് മറ്റു തരത്തിലുള്ള സമൂഹത്തിൽ നിന്നുള്ള പ്രഷർ, അങ്ങനെയുള്ള അജ്ഞത കൊണ്ടും അതിൻ്റെ ചില മുൻവിധികൾ കൊണ്ടും ചില രാഷ്ട്രീയ സ്വാധീനങ്ങൾ കൊണ്ടും സഭയെ തമ്മിൽ വേർതിരിച്ചതാണ്, മനുഷ്യരെ തമ്മിൽ വേർതിരിച്ചതാണ് ആത്യന്തികമായി ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് എല്ലാ സഭകളും സ്വീകരിക്കേണ്ട നിലപാടിതാണെന്ന് ലോകത്തിൽ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ ഒരൊറ്റ ഒരു മനുഷ്യൻ അതുപോലെ ഉണ്ടായിട്ടില്ലെന്ന് നമ്മൾ ഓർത്തിരിക്കണം. മലയാള ഭാഷ മാതൃഭാഷ പോലെ തന്നെ സുറിയാനി വളരെ ചെറിയ പ്രായത്തിൽ വീട്ടിൽ സംസാരിക്കാൻ ഉപയോഗിക്കുന്നത് പോലെ അദ്ദേഹം പഠിച്ചു. ഇംഗ്ലീഷ് അന്ന് ഇപ്പം തന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചുമതലയുള്ള ആളുകൾ തമ്മിൽ ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. അപ്പം അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, നമുക്ക് തിരിച്ചു പോകാം. ഈ VC സാമുലച്ചനെ പോലെയുള്ള കുലീനരായ ഇടയൽ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഫസ്റ്റ് ക്ലാസ് എഡ്യൂക്കേഷൻ നേടിയ വ്യക്തികൾ അന്ന് ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാക്കുകയും സംസാരിക്കുകയും കൈകാര്യം ചെയ്തു. പിന്നീട് അദ്ദേഹം ഗ്രീക്ക് ഭാഷ മാതൃഭാഷ പോലെ തന്നെ പഠിച്ചു. ലാറ്റിൻ ഭാഷ മാതൃഭാഷ പോലെ തന്നെ നല്ല വ്യുൽപ്പത്തി നേടി പഠിച്ചു. ചില മറ്റു ഭാഷകൾ, ഫ്രഞ്ച് ഭാഷ അതുപോലെ പഠിക്കേണ്ടതായിട്ട് വന്നു. പിന്നെ സുറിയാനി ഭാഷയെ പോലെ തന്നെ അദ്ദേഹം സ്വായത്തമാക്കിയതാണ് ഹീബ്രു ഭാഷ, എബ്രായ ഭാഷ. ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് ആരെങ്കിലുമൊക്കെ എഴുതിയത് ചേർത്ത് വെച്ച് അതിനോട് എന്തെങ്കിലും പറഞ്ഞൊഴിയുകയോ തനിക്കുള്ള അറിവുകൾ എങ്ങനെയെങ്കിലും സ്വരൂപിച്ച് ഒരു ഡിസർട്ടേഷൻ സമർപ്പിച്ച് ഒരു ഡിഗ്രി നേടുകയോ ചെയ്യാതെ അതിൻ്റെ കാരണ സഹിതം അതിൻ്റെ എല്ലാ ചുറ്റുപാടുകളും എന്തെന്ന് കണ്ടുപിടിക്കുവാൻ ജീവിതം സമർപ്പിച്ച അപൂർവമായ ഒരു വൈജ്ഞാനികനാണ് ഈ VC സാമുലച്ചൻ. അതിൻ്റെ അടുത്ത് വരുന്നവരാരുമില്ല പ്രിയമുള്ളവരെ. സ്ഥാനം കൊണ്ടും മഹിമ കൊണ്ടും അതിനോട് ചേർന്ന് വരുന്ന ആളുകൾ സഭയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം. ഈ ജനസ് ഒരു ഡിഫറൻ്റായ ജനസാണ്, യാതൊരു സംശയവുമില്ല. അങ്ങനെ അദ്ദേഹം പഠിച്ച് എഴുതിയ പുസ്തകം അദ്ദേഹം കാലം ചെയ്തിട്ട് 3 വർഷമായെങ്കിലും ഇന്നും പാഠപുസ്തകമായി സറാംപൂർ യൂണിവേഴ്സിറ്റി ഉപയോഗിക്കുന്നുണ്ട്, അനേക യൂണിവേഴ്സിറ്റികൾ ഉപയോഗിക്കുന്നുണ്ട്. ഡസ് കാൽസിഡോൺ ഡിവൈഡ് ഓർ യുണൈറ്റ് എന്നുള്ളത് ഒരു പുസ്തകം. ദ കൗൺസിൽ ഓഫ് കാൽസിഡോൺ റീഎക്സാമിൻഡ് എന്ന് പറയുന്ന പുസ്തകം. അതാണ് ആ പഠനത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട. അതിൽ പുതിയ എഡിഷൻസ് വന്നുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കേരളത്തിൽ, നമ്മുടെ ഈ മലയാളക്കരയിൽ
നമ്മുടെ സാധാരണമായ ഒരു വീട്ടിൽ ജനിച്ചു വളർന്ന ഒരാൾ വളർന്ന് അതിന് ഫിസിക്കൽ സ്റ്റേച്ചറിൽ വ്യത്യാസം വന്ന് ശിശു ആയിരുന്നു, ബാലനായി, യൗവനക്കാരനായി, മധ്യവയസ്കനായി, അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ക്രിസ്തീയ സഭയുടെ, നാം വിശ്വസിച്ച് ഏറ്റു പറയുന്ന ക്രിസ്തീയ സഭയുടെ ആ ആണിക്കല്ല് അതെന്താണെന്ന് മനസ്സിലാക്കുവാൻ തക്കോണം തന്റെ ജീവിതത്തെ സമർപ്പിക്കുകയും ദൈവം എടുത്ത് ഉപയോഗിക്കുകയും ചെയ്ത വലിയ വിജ്ഞാനിയായ ഒരു മനുഷ്യന്റെ ദേശത്താണ് ഇവിടെ ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് ഓർക്കുന്നതിന് കാരണം അതേ കുടുംബത്തിൽ സഹോദരനായി പിറന്നതായ ആ ഇടിച്ചെറിയ അദ്ദേഹത്തെയും പ്രത്യേകമായി ഓർക്കുന്ന ഒരു ദിവസമാണ് സഹോദരനെയും 50 വർഷം പിന്നിട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബമാണ്, ദൈവികമായ അനുഗ്രഹങ്ങൾ ലഭിച്ച കുടുംബമാണ്. അവർക്ക് ലഭിച്ചതായ പ്രകാശം, ആത്മപ്രകാശം, ഭൗതിക പ്രകാശം ലോകത്തിന്റെ ചരിത്രത്തെ തന്നെ, ക്രിസ്തീയ സഭയുടെ ചരിത്രത്തെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ അത് വ്യാപാരം ചെയ്യുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്ലീഹന്മാർക്കടുത്തതായ ദൗത്യം ഏർപ്പെടുത്തിയതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ആ കുടുംബം ഇന്ന് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ആ ദുഃഖരോധ ദിവസത്തിൽ, ഓർമ്മ ദിവസത്തിൽ തന്നെ ആ മഹാരഥന്മാരെ ഓർക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. അത് ഉചിതമായ രീതിയിൽ അവരെ അനുസ്മരിക്കുന്നു, അവർക്ക് വേണ്ടി ദിവ്യബലി അർപ്പിക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ച് മാർത്തോമാ ശ്ലീഹയെ കുറിച്ച് അനുസ്മരിച്ചപ്പോൾ ആ പ്രാർത്ഥനയിൽ പ്രത്യേകം പറഞ്ഞു, ഗോഡോഫോറസ് രാജാവിന് വേണ്ടി ഇവിടെയല്ല, ഐഹിക ലോകത്തല്ല, അനശ്വരമായ ലോകത്ത് കൊട്ടാരം പണിഞ്ഞു എന്നുള്ളത് കൊണ്ട് അല്പം പ്രയാസങ്ങൾ നേരിടാനിടയായി. അത് ആദ്യ ഭാഗത്ത് പറയുക. അല്പം കൂടെ കഴിയുമ്പോൾ ആ പ്രാർത്ഥനയിൽ സുതറായിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ദൃശ്യമായ ലോകത്തല്ലാതെ അദൃശ്യമായ ലോകത്ത് കൊട്ടാരം പണിയുവാൻ സാധിക്കുമെന്നുള്ള ആ വലിയ വിശ്വാസത്തിന്റെ പ്രപഞ്ചം അവന്റെ മുമ്പാകെ തുറന്നു കാണിച്ചിട്ട് അവിശ്വാസിയായ മനുഷ്യനെ വിശ്വാസത്തിലേക്ക് നയിക്കുവാനിടയാക്കിയതായ മാർത്തോമാ ശ്ലീഹ. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. സത്യമായി പറയണ്ട, കേട്ടാ മതി. ഈ ഐഹികമായ ലോകത്തിനപ്പുറത്ത് ശരിക്കും ഒരു ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ നല്ല ഉറപ്പുണ്ടെങ്കിൽ നമ്മളപ്പോൾ ഇങ്ങനെ ഇരിക്കുമോ? ഇങ്ങനെ ഇരുന്നാൽ മതിയോ? യേശു തമ്പുരാൻ ഈ ലോകത്തിലേക്ക് വന്ന് ഈ പദാർത്ഥമയമായ ലോകത്തോട് ചേർന്ന് മനുഷ്യാവതാരം ചെയ്തിട്ട് അവൻ നൽകിയിട്ടുള്ള, ലോകത്തിലേക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദത്തം ആരും ഇതുവരെ തന്നിട്ടില്ല, തരാൻ സാധിക്കുകയുമില്ല. യേശു തമ്പുരാൻ തന്നത് എന്താ? ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ വേണ്ടി പോകുന്നു, സ്ഥലമൊരുക്കിയാൽ വീണ്ടും ഞാൻ നിങ്ങളെ വന്ന് ചേർത്ത് കൊള്ളും. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ആദ്യത്തെ ആദാമിന്റെ മക്കളാണ്. മണ്ണിൽ നിന്നുള്ള ശരീരമെടുത്ത് മനുഷ്യനായി ജനിച്ച് ആദമിനെ പോലെ തന്നെ നമ്മൾ മരിച്ച് മണ്ണിലേക്ക് ചേരുന്നു. ആ പ്രാർത്ഥന സഭയുടെ വിശ്വാസം സ്പഷ്ടമായി വെളിവാക്കുകയാണ്. ശവസംസ്കാര ശുശ്രൂഷയിൽ, അല്ലെ മരണാനന്തര ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്നത് മണ്ണെടുത്തിട്ട് നീ മണ്ണാവുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. ഇതിന് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആവശ്യമില്ല. ഇതിന്റെ പേരെന്താ? നാച്ചുറൽ ഫിലോസഫി. എന്ത്? മണ്ണിൽ നിന്ന് ജനിക്കുന്നു, ജീവിതം അവസാനിക്കുമ്പോൾ മണ്ണിലേക്ക് പോകുന്നു. ഇതിന്റെ പേരെന്താ? നാച്ചുറൽ ഫിലോസഫി. എന്നാൽ പകുതി സെന്റൻസോട് അതിന് ചേർത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? സഭയുടെ വിശ്വാസം ക്രിസ്തുവിലുള്ള പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയിൽ ചേർത്തിരിക്കുന്നത് നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യും. വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നാം തിരിച്ചറിയണം, നമുക്ക് കാണുവാൻ, കേൾക്കുവാൻ, നമ്മുടെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയുവാൻ കഴിയാത്തതായ അനശ്വരമായ ലോകത്തിലേക്ക് ക്രിസ്തു നമ്മളെ കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ ഈ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവരായി മണ്ണിലേക്ക് ചേർന്നാലും വീണ്ടും നമ്മളൊരു സ്വർഗീയമായ ശരീരത്തോടു കൂടി ക്രിസ്തുവിന്റെ വരവേൽപ്പിൽ അവനോടുകൂടി ആനന്ദം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ്. കർത്താവ് തന്റെ വ്യാപാര ശക്തി മൂലം സകലവും പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ താഴ്ചയുള്ളതായ ഈ ശരീരത്തെ തന്റെ തേജസ്സുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. പെട്ടെന്ന് മനസ്സിലാകുന്നില്ല അല്ലേ? എന്താ?
നമ്മുടെ താഴ്ചയുള്ള ശരീരം എന്ന് പറഞ്ഞാൽ ഇതെപ്പോൾ തീരും, ഗുളിക കഴിക്കണമായിരുന്നു. ഇത്ര നേരമായിട്ട് താഴെ ഇരുന്നിട്ട് ഇനി കസേര കയറിയിരിക്കാം. കസേരയിൽ ഇരുന്നിട്ടും ആ താഴ്ചയുള്ള ശരീരം. താഴ്ച എന്ന് പറയുന്നത് താഴോട്ടെന്നുള്ളതല്ല, ദ ഫീബിൾ ഫ്രജൈൽ ഫിസിക്കൽ ബോഡി, ദ ലിമിറ്റേഷൻസ്, ധാരാളമുള്ള കുറവുകളുള്ളതായ ശരീരം. വേണ്ട രീതിയിൽ അത് തേച്ച് മിനുക്കി ഉപയോഗിച്ചില്ലെങ്കിൽ, അതിന് വേണ്ട പരിപോഷണം കൊടുത്തില്ലെങ്കിൽ, ഫിസിക്കൽ എക്സർസൈസ് ഇല്ലെങ്കിൽ അത് പ്രശ്നത്തിലേക്ക് പോകുന്നതായ ബോഡി. ഈ ശരീരത്തെ, എൻ്റെ ഈ ശരീരത്തെ, നിങ്ങളുടെ ശരീരത്തെ, നിങ്ങൾ ഏത് തരത്തിലുള്ള, നിങ്ങളേത് കറുത്തതോ വെളുത്തതോ അംഗഹീനനുള്ളവനോ കുലീന രഹിതനോ എന്തുമാകട്ടെ, നമ്മുടെ താഴ്ചയുള്ള മനുഷ്യവർഗത്തിന്റെ ശരീരത്തെ തൻ്റെ തേജസ്സുള്ള ശരീരത്തോട്, അത് ആരുടെ ശരീരത്തെ കുറിച്ച് പറയുന്നേ? ദൈവത്തിന്റെ തേജസ്സുള്ള ശരീരത്തോട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ ദൈവത്തിന്റെ വ്യാപാര ശക്തി മൂലം അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. അപ്പൊ നിങ്ങൾക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ജാഗ്രതയും അഭിമാനവും തോന്നുന്ന കാര്യം എന്താണെന്നറിയാമോ? അവനെ കുറിച്ച് പറയുകയും അവൻ ആരാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതാണ്. ഇത്രയും പേര് ഇവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് ചില ദൃശ്യങ്ങളൊക്കെ ഇവിടെ ഫോട്ടോഗ്രാഫ് ഒപ്പിയെടുക്കുന്നുണ്ട്. ഇതൊരു ആൽബമാക്കി നമ്മുടെ കയ്യിൽ തന്നാൽ ആ ആൽബത്തിന്റെ ആദ്യത്തെ പേജ് തുറന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ ആ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ ആദ്യം നാം ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും? എൻ്റെ ഫോട്ടോ അതിലുണ്ടോന്നാ, അല്ലേ? വേറെ ആരുടെ ഫോട്ടോ അതിലുണ്ടോ എന്നുള്ളത് അതിന് നമുക്ക് വിഷയമല്ല. നമ്മൾ ആ നോക്കുന്നതിനകത്ത് 30 പേരുടെ ഒന്നിച്ചുള്ള ഫോട്ടോയിൽ എൻ്റെ ഫോട്ടോ ഉണ്ടോ? സംശയം വേണ്ട, മനുഷ്യൻ അങ്ങനെ തന്നെ ചിന്തിക്കത്തുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മുടെ ഈ ശരീരത്തെ ഈ കാണുന്നതിൽ നിന്ന് തികച്ചും വിഭിന്നമായ മറ്റൊരു ലോകത്ത് ഏത് തരത്തിൽ വണ്ടി ഇടിച്ച് മരിച്ചതാ, ശരീരം കിടന്ന് അഴുകി ദുർഗന്ധം വന്ന് അടക്കിയതാ. ഇതെല്ലാം ചേരുന്നതിനാണ് താഴ്ചയുള്ള ശരീരം, ഫീബിൾ ബോഡി എന്ന് പറഞ്ഞത്. ആ ബോഡിയെ തൻ്റെ തേജസ്സുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തി. ഈ 2 വാക്കുകൾ നിങ്ങൾ ഏത് തരത്തിലുള്ള ചുറ്റുപാടിലുള്ളവരാകട്ടെ ജീവിതത്തിൽ വരും ദിനങ്ങളിൽ ചിന്തിക്കണം. അനുരൂപമാക്കുക, രൂപാന്തരപ്പെടുത്തുക. വലിയ പഠനം നടത്തേണ്ടതാണ്, സമയമില്ലല്ലോ ആർക്കും. അതുകൊണ്ടാണ് He will conform. Our fragile body will be conformed to His glorious body. ദൈവത്തെ എല്ലാ ആളുകൾക്കും ഒരുപോലെ മനുഷ്യവർഗമെന്നും പറഞ്ഞ് അങ്ങ് ചെല്ലാൻ സാധിക്കുമോ? എന്തോ പ്രധാനമായും 4 തരത്തിലുള്ള മനുഷ്യരുണ്ടെന്ന് പറയുന്ന ആളുകളെ അത് സൃഷ്ടിച്ച ദൈവത്തോട് ഒട്ടിച്ചു ചേർക്കാൻ ദൈവം ഇഷ്ടപ്പെടുമായിരിക്കുമോ? ഇല്ല. അപ്പം ഇവിടെ ജീവിക്കുമ്പം ഒന്ന് ജീവിക്കാമല്ലോ. അപ്പം ചിന്തിക്കണം, അയോഗ്യനായ നമ്മളെ തൻ്റെ ഓൺ വാട്ട് ബേസിസ്? നോ ബേസിസ്. ദ ഷിയർ ഫ്ലോ ഓഫ് ടെൻഡർ മേഴ്സി ആൻഡ് ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഇങ്ങനെ അനർഗളമായി ഒഴുകുന്ന ദൈവകൃപയും സ്നേഹവും മൂലം യാതൊരു വ്യവസ്ഥകളൊക്കെ ചിലതൊക്കെ അതിനോട് ചേർന്നുണ്ടെങ്കിലും ഇന്നവേ അൺകണ്ടീഷണലി നമ്മുടെ ഈ ദുർഗന്ധം വമിക്കുന്ന നമ്മുടെ ഈ കുറവുള്ളതായ ശരീരത്തെ ദൈവത്തിന്റെ ശരീരത്തോട്, അയ്യോ, ദൈവവും നമ്മളൊന്ന് ഒന്നിച്ച് പഠിച്ചാണോ? എന്ത് തരത്തിലുള്ള ബന്ധമാണ്? ദൈവം ആര്, ഞാനാര്? ആ ദൈവത്തിന്റെ ശരീരത്തോട് അനുരൂപമാക്കുക, രൂപത്തിന് അനുകൂലമാക്കി തീർക്കുക. കൺഫോം, ഫോമിംഗ് ദ പാർട്ട് ഓഫ് ദ ഫോം ഓഫ് ഗോഡ്സ് ബോഡി, അവർ ഫ്രജൈൽ ബോഡി, ആൻഡ് ട്രാൻസ്ഫോം. അതിനെ വീണ്ടും രൂപാന്തരപ്പെടുത്തും. ഇത് മറ്റൊരു ദിവസം നമ്മൾ ക്ലാസ് ആയിട്ട് പഠിക്കേണ്ടതാണ്, ഇന്നത്തെ ദിവസം മാത്രമല്ല. എന്താ, നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ഇവിടെ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം മണ്ണിലേക്ക് കൊണ്ട് കുഴിച്ചിടുന്നതായ ആ ശരീരം അതൊരു വിത്ത് പോലെ. ഏത് വിത്ത് നാം അറിഞ്ഞുകൊണ്ട് കുഴിച്ചിട്ടാലും അത് കിളിച്ചു വരുന്നതിനും അതിൽ നിന്ന് എന്തെങ്കിലും ഫലമോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇലയോ അതിൽ നിന്ന് പൂവോ കാണാൻ ആഗ്രഹിച്ച് മാത്രമാണ് നമ്മൾ നടുന്നത്.
അപ്പൊ ഓരോ ശരീരവും ഇങ്ങനെ ഈ മണ്ണിലെ ഉള്ളിലേക്ക് കുഴിച്ചിടുമ്പോൾ അവിടെ നിന്ന് ജീവൻ പുതുതായി വരത്തക്ക രീതിയിലുള്ള ശുഭപ്രതീക്ഷയോടുകൂടി സംസ്കാരം ചെയ്യുകയാണ് നാം എന്നറിഞ്ഞിരിക്കണം. അങ്ങനെ 50 വർഷത്തിന് മുമ്പ് ക്രിസ്തീയ പ്രത്യാശയോടുകൂടി നമ്മുടെ ഇടയിൽ വീട്ടിൽ തന്നെ ജനിച്ച് പൂർവികരിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് സർക്കാർ ഉദ്യോഗം വഹിച്ച് മാന്യമായ രീതിയിൽ ഇവിടെ ജീവിച്ച് നല്ല ക്രിസ്തീയ സാക്ഷ്യം ലഭിച്ച് കാല സമ്പൂർണതയിൽ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ അനേകം മാതാപിതാക്കളെ പ്രത്യേകമായി സ്മരിക്കുന്ന ഒരു ദിവസം കൂടെയാണ് ഇത്. ഈ ദിവസത്തിൽ നാം അവരെ അനുസ്മരിക്കുമ്പോൾ നമുക്കും ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യവും നമുക്ക് ലഭിക്കാൻ പോകുന്നതായ അവസ്ഥ. അതുകൊണ്ടാണ് ഭൗതികമായ ശരീരം ഉണ്ട് എങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ഒരു സ്ലൈഡ് ആർഗ്യുമെന്റ് കണ്ടോ? If there is a physical body, there is a spiritual body. So the argument that there is a spiritual body is built around the fact that this is already a physical body. ഉണ്ടല്ലോ ഈ കാണുന്നതായി ഈ ഒരു ശരീരം ഉണ്ട് എങ്കിൽ ഇതിന് തത്തുല്യമായ ഒരു ആത്മീയ ശരീരവും ഉണ്ട്. ഞാൻ അധികം അതിലേക്ക് കടക്കുന്നില്ല, മറ്റവസരങ്ങളിലൊക്കെ അതിനെക്കുറിച്ചുള്ള പ്രഭാഷണം ലഭിക്കുമായിരിക്കും. പ്രിയമുള്ളവരെ, നാം എല്ലാം ഈ ലോകത്തിൽ നാം ഇങ്ങനെ മണ്ണിന്റെ മക്കളായി ജനിച്ച് പ്രകൃതിയിൽ നിന്നുള്ള ശരീരം, അതിനെ ഉപയോഗിക്കുന്ന വാക്ക് അല്പം ഭാഷാപരമായ പ്രയാസമുണ്ടെങ്കിലും പ്രാകൃത ശരീരം എന്ന് വേദപുസ്തകത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്ന പ്രകൃതിയിൽ നിന്ന് പ്രകൃതിജന്യമായ സ്വാഭാവികമായ ദ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് ആത്മീയ ശരീരത്തിലേക്ക് വളർച്ച പ്രാപിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ സംസ്കാരം കഴിഞ്ഞ കർത്താവിന്റെ വരവ് വരെ എന്നറിയണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ആത്മപ്രേരിതനായി പറയുന്നു, നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ വിളിച്ചാൽ, നമ്മളാരും വിളിച്ചാൽ ആ ഉറക്കത്തിൽ നിന്ന് അവരെ ഉണർത്താൻ സാധിക്കില്ല. എന്നാൽ ജീവന്റെ മേലും മരണത്തിന്റെ മേലും സർവ്വതിന്മേലും ആദിത്യമുള്ളവനായ സ്വർഗീയ പിതാവാം ദൈവം അവന്റെ പുത്രനായ യേശുമിശിഹായുടെ കാഹളം മുഴങ്ങുമ്പോൾ പുനരായി സൃഷ്ടിക്കപ്പെട്ട് അത് കർത്താവിനോട് ചേരുവാൻ യോഗ്യതയുള്ളവർ ചേരുന്ന ആ ദിവ്യമായ അനുഭവം, ഇത് ക്രിസ്തീയ സഭയുടെ വലിയ പ്രത്യാശയാണ്. ഈ ദിവ്യബലി പടിഞ്ഞാറായിട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതിന് ഉള്ള ഏറ്റവും വലിയ പ്രത്യാശയാണ്. കർത്താവേ, നിന്റെ പുനരാഗമനത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുക. ആ വലിയതായ ആ സംഗമത്തിൽ നിന്നോടൊപ്പം ഞങ്ങൾ കാണുവാൻ, ഞങ്ങളുടെ പൂർവികരും കാണുവാൻ, മൃതിയടഞ്ഞവരും കാണുവാൻ ഇടയാകണമേ. അവരെല്ലാം എഴുന്നേറ്റ് നീ സ്തുതിക്ക് യോഗ്യനാകുന്നു, നീ സ്തുത്യനെന്ന് ശരീരങ്ങളും ആത്മാക്കളും ഒരുമിച്ച് പറയുവാൻ ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നിരന്തരം പരിശുദ്ധ സഭ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. ആകയാൽ മറ്റുള്ളവരെ പോലെയല്ല, നല്ല ക്രിസ്തീയ പ്രത്യാശയോടും ക്രിസ്തുവിലുള്ള സ്നേഹത്തോടും നമുക്ക് പ്രവർത്തിക്കാം. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതം തുടങ്ങുന്നതും അത് നിലനിൽക്കുന്നതും ഒരു ബന്ധത്തിലാണ്. മറ്റനേക ജീവിത ബന്ധം പോലെ തന്നെ സ്നേഹബന്ധത്തിലാണ്. മാർത്തോമാ ശ്ലീഹായും യേശുവും തമ്മിലുള്ള അഭേദ്യമായ സ്നേഹബന്ധത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിവരണമാണ് തൻ്റെ സഹപ്രവർത്തകരായ ശിഷ്യന്മാർ പറയുന്നത്. ഞങ്ങൾ യേശുവിനെ കണ്ടു, അല്ല നിങ്ങൾ കണ്ടു എന്ന് പറയുന്നതിനേക്കാൾ ഞാനും യേശു തമ്മിലുള്ള സ്നേഹബന്ധം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരിക്കൽ നിങ്ങൾ പതറിപ്പോയി, നിങ്ങൾ പകച്ചുപോയി. ഞാനാണ് പറഞ്ഞത്, അവനോടുകൂടെ മരിക്കേണ്ടി വന്നാൽ മരണത്തിന് തയ്യാറായി വരിക എന്ന് പറഞ്ഞ് നിങ്ങളെ ഉത്സാഹിപ്പിച്ച് അവനോടുകൂടെ ബഥാനിലേക്ക് കൊണ്ടുപോയത് ഞാനാകുന്നു. ആകയാൽ അങ്ങനെ എന്നിൽ നിന്ന് അന്യനല്ലാത്ത, ഞാൻ അവനിൽ നിന്ന് അന്യനല്ലാത്ത ആ ദൈവത്തെ, യേശുവിനെ എനിക്ക് കാണണമെന്നുള്ള സ്നേഹബന്ധം. പല ആളുകളുടെയും വിചാരം സ്നേഹബന്ധമില്ല. അല്ല, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആത്മീയ കാര്യത്തിൽ താല്പര്യമുണ്ടാവുകയുള്ളൂ, നിർബന്ധം മൂലമല്ല. ദൈവത്തെ നിങ്ങൾ യഥാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും. ആരുടെ നിർബന്ധം വേണം? യൗവനക്കാരും കൊച്ചുകുഞ്ഞുങ്ങളും എല്ലാം 7 മണിക്കാണ് നമസ്കാരമെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് പോകുവാൻ എനിക്ക് എന്തുമാത്രം ഇവിടെ ആകെ 2-3 മണിക്കൂർ കിട്ടത്തുള്ളൂ. അത്രയും പോരാ, ഒരാഴ്ചത്തിൽ നിന്ന് അത്രയും പോരാ. എനിക്ക് അവന് വേണ്ടി ഇങ്ങനെ ജയ് വിളിക്കുവാൻ, അവന് വേണ്ടി സ്തോത്രം പറയുവാൻ, എൻ്റെ ആവശ്യങ്ങൾ പറയാൻ അത് പോരാ. എൻ്റെ അപ്പച്ചൻ്റെ അടുത്തേക്ക് പോകാനെന്നുള്ള രീതിയിലാണ് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടത്. ആ സ്നേഹബന്ധമാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ സംശയാലുവെന്ന് തെറ്റിദ്ധരിപ്പിച്ച ആളുകളെ കുഴയ്ക്കുന്നത്. ജാഗ്രത പാലിക്കുക. മാർത്തോമാ ശ്ലീഹ
ശ്ലീഹായുടെ സ്മരണയെ ദൈവസന്നിധിയിൽ അനുഗ്രഹത്തിന്റെ കാരണമായി സമർപ്പിക്കുന്നതോടൊപ്പം പുണ്യപിതാക്കന്മാരായി കടന്നുപോയ എല്ലാവരെയും ആ ദിവസത്തിൽ ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കട്ടെ എന്നുള്ള ക്രിസ്തീയ പ്രത്യാശയിൽ നമുക്ക് അവരെയും സ്മരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഷർത്തും നീതിയെ നിന്നാചാര്യന്മാരും